പെട്ടിയിലുണ്ടായ മിറർ കൊടുത്ത് അന്നേ ഉരിച്ച സെം കാർഡ് കൊടുത്ത്. അങ്ങനെ സെം കാർഡ് ചരണ്ടി അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞ് അടുത്ത സൈഡും ചേരണ്ടി. അപ്പോഴത്തേക്കിനെ കൈ ഒരു ഇതായി. അങ്ങനെ മിററിന്റെ ബാക്കി സാധനവും ചേരണ്ടി. പിന്നെ അമ്മ ഊരിയത് മറ്റേ നമ്മുടെ വിൻഷീൽഡ് ആയിരുന്നു. അങ്ങനെ വിൻഷീൽഡ് ഊരാൻ വേണ്ടി ഹെഡ്ലൈറ്റ് ഊരേണ്ട ആവശ്യമായിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റ് ഊരി അങ്ങനെയുള്ള വിൻഷീൽഡ് ഊരി. അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഗാർഡ് ഊരലാണ്. അപ്പോൾ ഈ ഗാർഡ് എങ്ങനെയുള്ള ഊരിയെടുത്ത് അപ്പോഴത്തേക്കിനെ വണ്ടി ഒരു സ്റ്റോക്ക് കണ്ടീഷനായി. പിന്നെ നമ്മൾ പെയിൻ്റ് എടുത്ത് പ്രൈമറാണ് ആദ്യം അടിക്കുന്നത്. അപ്പോൾ പ്രൈമർ അടിച്ച് ഒരു ഫുള്ള് പ്രൈമർ അടിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി. അങ്ങനെ പിറ്റേ ദിവസം ബാക്കിയുള്ള പാർട്സിനും നമ്മളങ്ങനെ ഫുൾ പ്രൈമർ അടിച്ച് 2 കോട്ട് പ്രൈമർ അടിച്ചു. അങ്ങനെ ബാക്കി സ്ക്രൂ വാങ്ങാണ്ട് അങ്ങനെ നമ്മൾ ചാവി ആക്കുന്നിടത്ത് ഒരു ചാവി ആക്കിച്ച് അങ്ങനെ നേരെ നമ്മൾ നാഷണലിലേക്ക് പോയി അവിടെ ഒരു ലോക്ക് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ലോക്ക് മാറ്റി അവിടെ സ്ക്രൂ മേടിച്ച് പുരക്കെത്തി അങ്ങനെ വാതിലിൻ്റെ ലോക്കും മാറ്റി. അങ്ങനെ 3 ദിവസത്തെ കഷ്ടപ്പാടില്ലാமல் ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചു. അങ്ങനെ പെയിൻ്റ് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് വണ്ടി ആകെ ഫുള്ള് ചളിയിലായിരുന്നു. അങ്ങനെ വണ്ടി ആകെ കഴുകാൻ തുടങ്ങി. അങ്ങനെ വണ്ടി മൊത്തം കഴുകി ഓരോ സെറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഫുള്ള് വണ്ടിയൊക്കെ ലോഡ് ചെയ്ത് അങ്ങനെ മിററും കൂടി ഫിറ്റ് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഥ നല്ല മായ.